അതായത് അവിടെ എത്തിയ കോൺഗ്രസ് MLA-മാരൊക്കെ ആരോപിക്കുന്നുണ്ടായിരുന്നു, നാട്ടകം സുരേഷ് അടക്കമുള്ള ആളുകളൊക്കെ ആരോപിച്ചത്, അതായത് പുതിയ കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം നടത്താതെ ഇങ്ങനെ വൈകിപ്പിക്കുകയായിരുന്നു. ഓക്കെ, അതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, പക്ഷേ ഈ കെട്ടിടത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാനും അല്ലെങ്കിൽ ഇത് ഇടിച്ചു പൊളിച്ച് കളയാനുമുള്ള ഒരു നടപടിയെങ്കിലും സ്വീകരിക്കേണ്ടതായിരുന്നില്ല ഇത്രയും അപകടാവസ്ഥയിലായിരുന്നെങ്കിൽ? സ്വാഭാവികമായിട്ടും അവിടെ കെട്ടിടപ്പണി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം. എത്ര കോടി രൂപ കെട്ടിടം അവിടെ പണിതിട്ടുണ്ട് എന്ന് ആലോചിച്ചുള്ളൂ. ഞാൻ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് വളരെ തെറ്റായ നടപടിയാണ്, ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞങ്ങളിപ്പോ UDF-ന്റെ പ്രതിനിധികളൊക്കെ അവിടെ എത്താൻ പോവുകയാണ്. ജില്ലയിലെ UDF MP MLA-മാർ, ജനപ്രതിനിധികൾ, UDF നേതാക്കന്മാർ എല്ലാവരും ഞങ്ങൾ അവിടെ ചെല്ലുകയാണ്. കാരണം ഇനിയും അവർ വ്യാജപ്രചരണം നടത്തുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൂടി നിങ്ങൾക്ക് അറിയണം. വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. മന്ത്രിമാരായ VN വാസവനും വീണ ജോർജും ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഒരു അപകടമുണ്ടായി, ആ സ്ഥലത്തേക്ക് ഉടനെ എത്തുന്നു, അതിനുശേഷം ആ അപകടത്തെ ലഘൂകരിച്ച് സംസാരിക്കുന്നു. അവിടെ രക്ഷാപ്രവർത്തനം, മന്ത്രിമാരടക്കം എത്തിയ ഒരു അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടന്നത് 1.5 മണിക്കൂർ വൈകിയാണ്. ആ സമയം അത്രയും ഒരുപക്ഷെ ഈ സ്ത്രീ അതിനകത്തായിരുന്നു, ഒരുപക്ഷെ എന്നല്ല, ആ സ്ത്രീ അതിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ പെട്ടെന്ന് ആ സ്ഥലത്ത്, ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ എന്തുകൊണ്ട് നിർദ്ദേശിക്കാൻ വൈകി? ആ സംഭവത്തെ ലഘൂകരിക്കാനും അതിൽ രാഷ്ട്രീയം പറയാനുമൊക്കെ പിന്നീടൊരു അവസരം കണ്ടെത്താമായിരുന്നു. പക്ഷെ അതിന് പകരം ഒരു രക്ഷാപ്രവർത്തനം താമസിക്കുന്നതിലേക്ക് മന്ത്രിമാരെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് ഊർജിതമാകേണ്ട രക്ഷാപ്രവർത്തനം ഇവിടെ മറിച്ച് ആണ് ഉണ്ടായത്. കാരണം മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ വാക്കുകൾ അങ്ങനെയായിരുന്നു. ഇത് ഉപയോഗത്തിലില്ലാത്ത കെട്ടിടമാണ്, അതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചു, അവിടെ കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഭാഷ്യം അതിന് വന്നു ചേർന്നു. അവിടെ വന്ന് പരിക്കേറ്റ 2 പേർ മാത്രമാണ്. അവരുടെ പരിക്കിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ അപകടമല്ല, അവിടെ മറ്റൊരു വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തിക്കാണും. അപ്പോൾ സമാന രീതിയിൽ തന്നെ, അതായത് മന്ത്രിമാർ നടത്തിയ പ്രസ്താവന പോലും ഈ ഒരു അപകടത്തെ ലഘൂകരിക്കുന്നതായതുകൊണ്ട് തന്നെ അത്തരമൊരു ലഘൂകരണം അവിടെ നടന്നതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീയെ കണ്ടെത്തുന്നതിലടക്കം വലിയ അനാസ്ഥ സംഭവിച്ചത്, ഇത്രയും സമയമെടുത്തത്, അവരുടെ മരണത്തിലേക്ക് അത് നയിച്ചത് തുടങ്ങിയ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഒരു രോഗത്തിന് ചികിത്സ നേടാൻ വന്ന ആളാണ് അവിടെ ഒരു കെട്ടിടത്തിന്റെ അടിയിൽ കുടുങ്ങിക്കിടന്ന് മരിക്കാനിടയായത്. വളരെ ദാരുണമായ ഒരു അവസ്ഥ, വളരെ ദാരുണമായൊരു മരണം ആ സ്ത്രീക്ക്, ആ പാവം സ്ത്രീക്ക് സംഭവിച്ചിരിക്കുന്നു. അതിന് ആര് മറുപടി പറയും? മന്ത്രിമാർ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഈ സ്ത്രീയുടെ ജീവൻ, അവരുടെ ജീവൻ, നഷ്ടപ്പെട്ട ജീവൻ, അതിനാര് സമാധാനം പറയുമെന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും മരിച്ചത് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു ആണ് എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിനുണ്ടായ അപകടത്തിൽ, ദാരുണമായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണമാണ് ഒടുവിൽ ലഭിക്കുന്നത്. അവരുടെ ഭർത്താവ് അവരുടെ മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു, അവരെ കാണാനില്ല, അവർ ആ കെട്ടിടത്തിലെ ശുചിമുറി ഉപയോഗിക്കാൻ പോയതാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കെട്ടിടത്തിലേക്ക് ആളുകൾക്ക് കടക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല. ആളുകൾക്ക് നിർബാധം അവിടെ കടന്ന് ആ ശുചിമുറി അടക്കം, ആ കെട്ടിടമടക്കം ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അപകടത്തിന് ഉത്തരവാദി ആര് എന്നുള്ളത് കൂടിയാണ്. K. അനിൽകുമാർ CPM നേതാവ് ഇപ്പോൾ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ അനിൽകുമാർ, വളരെ ദാരുണമായ ഒരു അപകടം, പക്ഷേ അതിലേറെ ദുഃഖകരം അവിടെ മന്ത്രിമാരടക്കം എത്തിയിട്ടും രക്ഷാപ്രവർത്തനം താമസിച്ചു പോയി, ഒരു പാവസ്ത്രീയുടെ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? ആളൊഴിഞ്ഞ സ്ഥലത്ത് പൊളിക്കാനായിട്ട് നിർദ്ദേശിച്ചിരുന്നതും ഉപയോഗത്തില്ലാത്തതുമായ ഒരു കെട്ടിടഭാഗമാണ് തകർന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ദൈനംദിന ഉപയോഗം ഉള്ള സ്ഥലമായിരുന്നെങ്കിൽ കൂടുതൽ പേർ അപകടത്തിൽ പെടുമായിരുന്നു എന്നുള്ളതാണ് ആ പ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ട് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒഴിഞ്ഞു കിടന്നിരുന്ന ഉപയോഗശൂന്യമായ ഒരു ഇടം, മുമ്പ് അത് ബാത്റൂം ഉണ്ടായിരുന്നു, അവിടേക്ക് ഈ ഇപ്പം മരണപ്പെട്ടയാള് പോയി അത് ഉപയോഗിക്കാനിടയായി. ആ സമയത്ത് ഈ സംഭവം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് അവിടെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ബന്ധുക്കള്, ഭർത്താവ് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയുണ്ടായി. അത്തരമൊരു സന്ദർഭത്തിലാണ് കൂടുതൽ പരിശോധനയ്ക്ക് ആളുകൾ പോയത്. പെട്ടെന്ന് ഓടിക്കൂടിയ ആളുകൾ അവിടെ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു, അവരെ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇനി മറ്റൊന്നും അവിടെ ആരും പെട്ടുപോകാൻ ഇടയില്ല എന്നുള്ള പ്രാഥമിക വിവരം ഇവിടെ പ്രാഥമികമായി ഉണ്ടായിരുന്ന ആളുകളാണ് ധരിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പരിശോധന എന്ന് പറയുന്ന അവിടെ യന്ത്രങ്ങൾ എത്തിച്ചത് കൂടുതൽ പരിശോധന നടത്തുമ്പോഴാണ്
ദാരുണമായ ശ്രീ അനിൽകുമാർ, അത് പൂർണ്ണമായും ആളൊഴിഞ്ഞ കെട്ടിടമാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ പറയുന്നത്. കാരണം അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് മറ്റൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബിൽഡിങ്ങിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടില്ല. ഈ ബിൽഡിങ്ങിലേക്ക് ആളുകൾ നിർബാധ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൊളിച്ചു കളയേണ്ട ഒരു കെട്ടിടമായിരുന്നെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലൊരു തടസ്സം വെച്ച് ആളുകളെ അങ്ങോട്ട് കടക്കുന്നതൊക്കെ തടയാമായിരുന്നു. ഇത്തരം മുൻകരുതലുകളെ ആശുപത്രി അധികൃതർക്ക് തന്നെ എടുക്കാമായിരുന്നു. അതെ, അത് വസ്തുതാപരമായി ശരിയായ കാര്യമാണ്. എന്തായാലും സർക്കാർ അവിടെ ഈ കെട്ടിടം മാറ്റി പുതിയ കെട്ടിടം സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിച്ച് അത് പൂർത്തിയായി. മാത്രമല്ല 3 ആഴ്ചയ്ക്കകം ഷിഫ്റ്റിംഗിന് നടപടികൾ അവിടെ പ്ലാൻ ചെയ്ത് അതിന്റെ ഭാഗമായ ഒരു പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഷിഫ്റ്റിംഗിന്റെ ഇടയിലാണ് ഇത് തന്നെ പൂർണ്ണമായി രോഗികൾ ഉപയോഗിക്കുന്ന കെട്ടിടമല്ല. അതിന്റെ ഭാഗത്തുണ്ടായിരുന്ന ബാത്റൂം പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ്. അത് ഉപയോഗശൂന്യമായി. ഉപയോഗശൂന്യമായപ്പോഴത്തേക്ക് അത് ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികാരികളുടെ ധാരണ. പക്ഷെ ആളുകള് ചിലപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അതാണ് ഈ ധാരണ സംഭവത്തിലേക്ക് നയിക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായും താങ്കൾ പറയുന്നത് വ്യക്തമാണ്. പക്ഷെ ആ സമയത്ത് അവിടെ മന്ത്രിമാരൊക്കെ എത്തിയ സമയത്ത് ആ അപകടത്തെ ലഘൂകരിച്ച് കാണിക്കാനാണ് ശ്രമിച്ചതെന്ന് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. അവർക്കതായിരിക്കും ആ സംഭവ സ്ഥലത്ത് നിന്ന് മനസ്സിലായത്. പക്ഷേ രക്ഷാപ്രവർത്തനം അതുമൂലം വൈകി എന്നുള്ളൊരു ആരോപണം കൂടിയാണ് ഉയരുന്നത്. അല്ല, ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അവിടെ ഓടിയെത്തുന്ന അവിടെ ഉള്ളവരാണ് രോഗികളാവട്ടെ. അപ്പൊ 2 ആൾക്ക് പരിക്ക് പറ്റിയവർ ആശുപത്രിയിലേക്ക് പോയി. അതിൽ മന്ത്രിമാർക്ക് പങ്കില്ല. മന്ത്രിമാർ അവിടെ എത്തുന്ന 20 മിനിറ്റ് കഴിഞ്ഞാണ്. അപ്പൊ ഇതുപോലെ സംഭവം ഉണ്ടായ സ്ഥലത്ത് അപ്പോൾ അവിടെ മണ്ണിന് മേലെ ഒരാളും പെട്ടുപോകാനിടയില്ല എന്നുള്ള വിവരമാണ് ഉണ്ടാവുക. അതേസമയം ഇദ്ദേഹം ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ ലഭിക്കുന്നില്ല. ഞാൻ പ്രാഥമികമായി ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവരമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എന്താണ് അവിടെ ഉണ്ടോ എന്തിന്റെ പരിശോധന യന്ത്രം ഉപയോഗിച്ച് പരിശോധിക്കുക. ആ യന്ത്രം ഉപയോഗിച്ചും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധിക്കുമ്പോഴാണ് ഇപ്രകാരം കെട്ടിടത്തിന് അടിയിൽപ്പെട്ട് തന്നെ പറഞ്ഞുണ്ടായി എന്നുള്ള വസ്തുത പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ അത് അവിടുന്ന് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന നാട്ടുകാർ നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് മന്ത്രിമാർ പ്രതികരിച്ചത്. കൂടുതൽ പരിശോധന കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കൂടുതൽ പരിശോധനയ്ക്ക് അവിടെയുള്ളവർ എത്തിച്ചേർന്നത്. അതാണ് യാഥാർത്ഥ്യം. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും മന്ത്രിമാരുടെ ആ ബോധ്യം തെറ്റാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു. ആളുകൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മന്ത്രിമാർ അത്തരത്തിൽ 2 പേർക്ക് മാത്രമാണ് പരിക്ക് പറ്റിയതെന്നുള്ള ഗ്രൗണ്ടിലെ വിവരങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് കൂടിയാണ് പറയുന്നത്. പക്ഷേ അവരുടെ ആ ബോധ്യം അവിടെ തെറ്റായിരുന്നു. ഒരു സ്ത്രീ വളരെ ദാരുണമായ കെട്ടിടത്തിനുള്ളിൽ കിടന്ന് കുടുങ്ങി മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ, അവരുടെ പേര് വിവരങ്ങൾ കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു ആണ് മരിച്ചതെന്നുള്ള വിവരങ്ങൾ കൂടിയാണ്